വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഐ നോ കുറേ കാലമായി നമ്മൾ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അത്യാവശ്യം 1.5 മാസത്തിൻ്റെ അടുത്തൊക്കെ ആയി. ബിക്കോസ് കുറേ കാരണങ്ങളുണ്ട് ഇടാൻ പറ്റാത്തതിൻ്റെ. മെയിനായിട്ടുള്ള എഡിറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനുള്ള മടിയാണ്. പിന്നെ അങ്ങനെ എഡിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ അത്രയുള്ളൊരു കണ്ടൻറ് എൻ്റെ ഉണ്ടായിരുന്നില്ല. ലൈക്ക് അത്രയും ഹാപ്പനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ലൈഫിൽ ഒരു മാസം നടന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു വെക്കേഷൻ ആയിരുന്നു, ലൈഫ് പോലെ രാവിലെ എണീക്കുന്നു, പല്ലിക്കുന്നു, അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. സോ അത് കാരണമാണ് പോസ്റ്റ് ചെയ്യാണ്ടായത്. പക്ഷേ ഇനി മുതൽ ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്, ലൈക്ക് ആ വീക്കിലി കണ്ടൻറ് ഇല്ലെങ്കിൽ പോലും ഒരു ലോങ് വീഡിയോയിൽ ഇടാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. ആൻഡ് നിങ്ങൾ വിചാരിക്കണം ഇപ്പം എത്ര കണ്ടൻറ് അയച്ചത് ഈ വീഡിയോ എന്നൊക്കെ. അതായത് ഇന്നൊരു സൺഡേ ആണ്. ആൻഡ് ഇന്ന് ഈവനിങ് ഒരു വെരി 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 സ്പെഷ്യലായിട്ടുള്ള സംഭവമുണ്ട്. അത് ഇന്നെ ഇൻസ്റ്റ സ്റ്റോറി കണ്ടവർക്ക് ഇപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ ഞാൻ വീഡിയോൻ്റെ ആ ഒരു ടൈം എത്തുമ്പോൾ പറയാം. ആൻഡ് സൺഡേ ആയതുകൊണ്ട് തന്നെ മെയിനായിട്ട് ക്ലീനിങ് ആണല്ലോ. സോ രാവിലെ തന്നെ നല്ല സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ക്ലീനിങ്ങിന് കയറാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നല്ല പൊടിയുള്ള ഒരു പൊടിയൊക്കെ തട്ടി ഭയങ്കര അടിച്ച് ഭയങ്കര ക്ലീനിങ് ആണ്. സോ 4-5 മണിക്കൂറത്തെ പണിയായിരിക്കും. സോ സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് വിചാരിച്ചിട്ട് വാട്ടർ ജെല്ലിൻ്റെ മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും ലിപ് ബാമൊക്കെ ഇട്ടിട്ട് തന്നെ രാവിലെ തന്നെ ഇറങ്ങുന്നത്. സോ ഞാനിപ്പോൾ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇന്നലെ രാത്രി ഞാൻ മാക്രോണി ആയിരുന്നു ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ രാവിലെ ബാക്കിയുള്ള ചൂടാക്കിയിട്ടാണ് കഴിക്കുന്നത്. ഒരു അടിപൊളി മാക്രോണി ആയിട്ട് ഞാൻ റെസിപ്പി ഷോർട്സ് ആയിട്ട് അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം. വൈറ്റ് സോസിൻ്റെ അല്ല, സ്പൈസി ആയിട്ടുള്ള സംഭവം, പക്ഷെ എന്നാലും കൊള്ളാം കേട്ടോ. സോ ഞാനും അമ്മയും ക്ലീനിങ് തുടങ്ങി ഗൈസ്. ഫസ്റ്റ് തന്നെ ഞാനൊരു സൈഡിൽ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കുറേ ഉണ്ട് തുടയ്ക്കാനും ഒക്കെ. ഈ സ്റ്റാൻഡ് അവിടെ ആണെങ്കിലും പാർട്ടീഷൻ ആണെങ്കിലും റൂമാണെങ്കിലും അവിടെ ഭയങ്കര പൊടിയുണ്ട്. എല്ലാ സൺഡേ നമ്മൾ ക്ലീൻ ആക്കാറുണ്ട്. പക്ഷെ എന്നാലും പൊടിക്ക് ഒരു കുറവില്ല ഗൈസ്. സോ ഞാൻ അമ്മയും കൂടി ഇരുന്ന് ഉച്ചവരെ നല്ല പണിയായിരുന്നു. അതിൻ്റെ റൂമും അതുപോലെ കുറേ ഉണ്ടായിരുന്നു. എൻ്റെ റൂമിലാണെങ്കിലും ഇങ്ങനെ അവാർഡ് വെക്കുന്ന ഷെൽഫ് ഉണ്ടായിരുന്നു. ആൻഡ് സൺഡേസിലാണ് നമ്മൾ കൂടുതലും ബെഡ്ഷീറ്റ്സൊക്കെ മാറ്റി എല്ലാം വാഷ് ചെയ്യാനൊക്കെ ഇടാറ്. സോ പില്ലോ കവേഴ്സും ബെഡ്ഷീറ്റ്സൊക്കെ മാറ്റുന്ന പണിയുണ്ടായിരുന്നു. അങ്ങനെ കുറേ ബിസി ആയിട്ടുണ്ടായിരുന്നു. If we try to, we can make it. Don't we ever just take some chances and stop your thinking and start your living. Get your shoes on, we're going dancing. These little problems, we could solve them. Try another, but I know you've got one. But there's no hurry, the lights calling. In the van we're driving to Austin. സോ ഗൈസ് കുറേ നേരത്തെ ക്ലീനിങ് പരിപാടിക്ക് ശേഷം ഒന്ന് ഓടിപ്പോയി കുളിച്ചിട്ട് വന്നു. കുറേ നേരത്തെ പൊടിയത്തെ പണികൾക്ക് ശേഷം വേഗം പോയി തലയൊക്കെ നനച്ച് കുളിച്ചപ്പോൾ ഭയങ്കര ഒരു സമാധാനമായിരുന്നു. ആൻഡ് ഇത്രയും തന്നെ ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ച ആ ഒരു സർപ്രൈസ് റിവീൽ ചെയ്യാൻ പോവാണ്. അതായത് ഒക്ടോബറിൽ ഞാനൊരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു, അമൃത പ്രബോധിനി എന്ന് പറഞ്ഞിട്ട്. ഒരു നമ്മൾ നോർമൽ സ്കോളർഷിപ്സ് എഴുതുന്ന പോലെ തന്നെ മലയാളം ടൈപ്പ് സ്കോളർഷിപ്പായിരുന്നു. ആൻഡ് അതിൻ്റെ റിസൾട്ട് ഇന്നുമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് 100ലേക്ക് നല്ലൊരു മാർക്ക് തന്നെ ഉണ്ട്. സോ അതിനുള്ള പ്രൈസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലത്ത് ഒരു പ്രോഗ്രാം പോലെ കണ്ടക്ട് ചെയ്യണം, ലൈക്ക് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നല്ലൊരു പരിപാടിയാണ്. സോ അവിടേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഗൈസ് എനിക്ക് പ്രൈസ് വാങ്ങിക്കാൻ പോകണം. സോ അതാണ് എൻ്റെ ഏറ്റവും സ്പെഷ്യൽ. നിങ്ങൾക്ക് അത്ര സ്പെഷ്യലായിട്ട് തോന്നുന്നുണ്ടാവില്ല, പക്ഷെ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ഗൈസ്. സോ ഈവനിങ് 4 PM അതിൻ്റെ ആ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് 4 PM എത്തണം. കാരണം എവിടെ പോകുമ്പോൾ നമ്മൾ ലേറ്റായിട്ടേ പോകാറുള്ളൂ. സോ നമ്മൾ വേഗം പോകണം. ആൻഡ് തല നനച്ചത് കൊണ്ട് തന്നെ ഡ്രയർ വെച്ച് ഉണക്കാമെന്ന് വിചാരിച്ചു. കാരണം 4 മണിയാകുമ്പോഴത്തേനും ഉണങ്ങി കിട്ടണമല്ലോ. പിന്നെ വെച്ചു മുടി വിരിച്ചിട്ട് ഉണക്കാം. ഡ്രയർ എന്തിനാ വെറുതെ യൂസ് ചെയ്യണം? മുടി എത്ര ഹീറ്റ് പ്രൊട്ടക്റ്റഡാണ് പറഞ്ഞാലും കേടാണല്ലോ. ആൻഡ് അത് കഴിഞ്ഞ് ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കുൽസേം പ്രേമിൽ സിനിമയൊക്കെ കണ്ടിരുന്നു. ആൻഡ് നമ്മൾ സാലഡ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചു ഗൈസ്. ഇതൊരു അടിപൊളി സാലഡാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ പോയി കാണുക. ആൻഡ് സമ്മർ ടൈമിൽ ഈ സാലഡ് അടിപൊളിയാണ് കേട്ടോ.
ആൻഡ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അൺബോക്സ് ചെയ്യുന്ന സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇതൊരു നൈറ്റ് സ്യൂട്ടാണ്. ഞാൻ ഒരാഴ്ച മുമ്പ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. കറക്റ്റ് ഇന്ന് തന്നെ ആ ഒരു ഓർഡർ ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ഫംഗ്ഷൻ പോകേണ്ട ഡെലിവറി ആവാൻ വേണ്ടി ടെൻഷൻ എടുത്തിരിക്കുകയായിരുന്നു. എന്തായാലും കറക്റ്റ് ടൈമിലാണ് ഡെലിവറി ആയത്. ഒരു അടിപൊളി നൈറ്റ് സ്യൂട്ട് കേട്ടോ. അതായത് അത്ര റേറ്റും ഇല്ല, അഫോർഡബിളും ആണ്. ഭയങ്കര ക്വാളിറ്റി ആണെങ്കിലും മെറ്റീരിയൽ ക്വാളിറ്റി എല്ലാം അടിപൊളി കേട്ടോ. ഒരു പിങ്ക് കളർ ഫ്ലവറും ഹേർട്ടും കൂടി വരുന്ന ഡിസൈനാണ്. ആർക്കെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഉച്ചയ്ക്ക് നെയ്ച്ചോറും ചിക്കൻ കറി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫുഡ് കഴിച്ചുകൊണ്ട് വേകുമ്പോൾ റെഡി ആകാൻ പോയി. അതെ ഗൈസ്, 2 മണിക്കൂർ ഗൈസ് റെഡി ആവാൻ എടുത്തത്. അത് ഹെയറും ഡ്രസ്സും മേക്കപ്പൊക്കെ ചെയ്തിട്ട് 2 മണിക്കൂർ ഗൈസ്. ഒന്നും വലുതായിട്ട് ചെയ്തിട്ടുമില്ല. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു വൈറ്റ് കളർ സിമ്പിളായിട്ടുള്ള ഫ്രോക്കാണ്. സോ അതിനൊരു എലഗൻറ്റ് ഒരു ഹെവി ആയിട്ടുള്ള ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്നേക്ക് വാച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു അടിപൊളി സംഭവം ആഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇതാണ് ഈ അടിപൊളി സംഭവം ഞാൻ പറഞ്ഞത്. ഫ്ലിപ്കാർട്ടിൽ ഞാനൊരു മാസം മുമ്പ് ഓർഡർ ചെയ്ത് വെച്ചൊരു ഹീൽസാണ് ഗൈസ്. അടിപൊളി ഹീൽസ് കേട്ടോ. അതിൻ്റെ കളർ കണ്ടിട്ട് ആരും വാങ്ങിക്കാണ്ടിരിക്കേണ്ട. 600 സംതിങ് ആണ് റേറ്റ്. പക്ഷേ ആ റേറ്റ് അടിപൊളിയായിട്ട് ഭയങ്കര ക്വാളിറ്റിയാണ്. ആൻഡ് നമ്മൾ ആ പരിപാടിക്ക് പോകുന്ന ലുക്ക് ഇതാണ്. പോയപ്പോൾ തന്നെ അവരുടെ പ്രസംഗമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് ചായയും പരിപ്പൊടിയൊക്കെ തന്നു. പിന്നെ എൻ്റെ അവാർഡ് വാങ്ങിക്കുന്ന സെറിമണി ആയിരുന്നു ഗൈസ്. അടിപൊളിയായിരുന്നു. ആൻഡ് അവിടെ പോയപ്പോൾ ഒരു കുട്ടി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ലൈക്ക് ചേച്ചി മറ്റേ യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യുന്ന ചേച്ചിയെ കാണാറുണ്ട്. ആൻഡ് പോയി വന്നതിന് ശേഷം ഒരു സാലഡ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് മൂവീസൊക്കെ കണ്ടു. ഓം ശാന്തി ഓഷനായിരുന്നു കണ്ടത്. നൊസ്റ്റാൾജിക് ആയിട്ട് തോന്നി. ആൻഡ് ഈവനിങ് നമ്മൾ ഉച്ചയ്ക്ക് വെച്ച നെയ്ച്ചോറ് തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ നേരം വീഡിയോ കണ്ട് ക്ഷീണിച്ചപ്പോൾ ബുക്ക് വായിക്കാനായിരുന്നു ഗൈസ്. ഇത് ഞാൻ കുറേ കാലമായിട്ട് വായിക്കുന്ന ബുക്കാണ്. ഇറ്റ്സ് ആൻഡ് സ്വീറ്റ്നസ്. മടി കാരണം ഇപ്പോഴും തീർന്നിട്ടില്ല. 1.5 മാസം വായിക്കാൻ തുടങ്ങിയിട്ട്. സോ അത് കുറേ നേരം വായിച്ചു ഇരുന്നു. ആൻഡ് അത് വായിച്ച് മടുത്തപ്പോൾ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കുക ഗൈസ്. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സൺഡേൻ്റെ സംഭവങ്ങൾ.